ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 11 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് നോട്ട് 11 പ്രോ എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് നോട്ട് 11 പ്രോയിൽ 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഈ ഒരു ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഫിനിക്സ് നോട്ട് 11 AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പ്രോ വെർഷനിൽ അവർ IPS LCD പാനൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സാധാരണ നേരെ തിരിച്ചാണ് വരാറ്. നോർമൽ വെർഷനിൽ IPS LCD പാനൽ വരും, അതുപോലെ തന്നെ പ്രോ വെർഷനിൽ AMOLED ഡിസ്പ്ലേയും വരും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻഫിനിക്സ് നോട്ട് 11 എന്ന ഫോണിൽ AMOLED ഡിസ്പ്ലേ കൊടുത്ത സ്ഥിതിക്ക് അവർക്ക് പ്രോ വെർഷനിലും AMOLED ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.7 mm ആണ്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ mediatekൻ്റെ helio G96 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 18,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ അത്രയേ ഉള്ളൂ. ഈ ഒരു ഫോണിൽ 8 GB RAM ആണ് വരുന്നത്. അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ എക്സ്റ്റെൻഡഡ് RAM എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ RAM വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് RAM ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ എക്സ്ട്രാ 3 GB RAM വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. DTS ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 64 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേർച്ചറിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 13 മെഗാപിക്സലിൻ്റെ f2.46 അപ്പേർച്ചറിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 30x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും സാധാരണ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഒന്നും ക്യാമറയിൽ ലഭിക്കാറില്ല. പക്ഷേ ഈ ഫോണിൽ അത് വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് അവരിതിൽ കൊടുത്തിട്ടില്ല. അപ്പം അതും കൂടി കൊടുക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ കെന്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് ഏകദേശം 18,900 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഇന്ത്യൻ ലോഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് നോട്ട് 11 സീരീസ് ഡിസംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ അടുത്ത് തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. എന്തായാലും കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണാത്ത ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സൊക്കെ നോക്കുമ്പം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പം ചിലപ്പം വില കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.